വിവിധയിടങ്ങളിൽ നിന്നും നിരവധി ലൈംഗികാരോപണ കേസുകളാണ്, പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കാസർഗോഡ് ബേക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിലായി. പടന്നക്കാട് സ്വദേശി ശരത് ചന്ദ്രനെയാണ് ബേക്കൽ പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ ബലാത്സംഗം, പോക്സോ, IT വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ഇതോടൊപ്പം കാസർഗോഡ് 19-കാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ ഒരു മന്ത്രവാദി പിടിയിലായിട്ടുണ്ട്. വിദ്യാനഗർ സ്വദേശിയും അബ്ദുൾ റഷീദിനെയും യുവതിയെയും കർണാടക വിരാജ്പേട്ടയിൽ നിന്നാണ് ഹോസ്ദുർഗ് പോലീസ് പിടികൂടിയത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയ പെൺകുട്ടിയെ പോലീസ് മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. കാസർഗോഡ് നിന്ന് KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, അല്പസമയം മുമ്പാണ് ഈ ഒരു വാർത്ത, ഈ കാസർഗോഡ് ബേക്കലിൽ നിന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈ പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ഒരു ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ ബസ് ഡ്രൈവർ പിടിയിലാകുന്നത്. ഇത് എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? പതിവായി ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകൾ ഇയാൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ടോമെ, അങ്ങേയറ്റം രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് കാസർഗോഡ് നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് 17 വയസ്സുകാരിയെ പ്രലോഭിപ്പിച്ച് പാലക്കുന്നുള്ള ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. പിന്നീട് നഗ്ന ചിത്രങ്ങൾ കാട്ടി നിരന്തരം ബലാത്സംഗം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇതൊരു 7 മാസം മുൻപാണ് ഈ കുട്ടിയെ ഇയാൾ കൊണ്ടുപോയി പീഡിപ്പിച്ചതും നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് ഈ കുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഈ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ബലാത്സംഗം ചെയ്തു എന്നാണ് ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത്. ഇതിലിപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ് ഡ്രൈവറാണ്. പടന്നക്കാട് കരുവളം സ്വദേശി ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ. ഇതിലൊരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ എന്ന കാര്യം വരുന്നുണ്ട്. പക്ഷെ അതിലൊരു കൃത്യമായ വ്യക്തത വരാത്തതുകൊണ്ടാണ് ആ കാര്യം പറയാത്തത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ എന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഡ്രൈവർ ഈ കുട്ടിയെ നിരന്തരം ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു. ഇതിൽ പോക്സോ വകുപ്പുകൾ, അതോടൊപ്പം ബലാത്സംഗം, അതോടൊപ്പം IT വകുപ്പുകൾ, ഇങ്ങനെ 3 വകുപ്പുകൾ ചേർത്താണ് ബേക്കൽ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ശരത് ചന്ദ്രൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ബേക്കൽ പോലീസ്. എന്തായാലും ഈ ലോഡ്ജിൽ ഉൾപ്പെടെ എത്തി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന ഒരു വിവരം വരുന്നത് ഏറ്റവും പുതുതായി വന്ന ഒരു വാർത്തയാണ്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ മന്ത്രവാദിയുമായി ബന്ധപ്പെട്ട ഈ വാർത്ത. അതായത് കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ഇങ്ങനെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പെൺകുട്ടിയെ കാണാതാവുന്നത്. പിന്നീട് ഈ കുടുംബം പരാതി നൽകുന്നു. ഈ കുടുംബം മാതാവാണ് പരാതി നൽകുന്നത്. ഈ മാതാവിനെ ചികിത്സിക്കാനെത്തിയ ഒരു മന്ത്രവാദി, സിദ്ധരും മന്ത്രവാദി എന്നൊക്കെ പറയാം, അങ്ങനെ ഒരാളാണ്. ഇയാൾ 41 വയസ്സുകാരനാണ്. ഈ കുട്ടിക്ക് 19 വയസ്സ് പ്രായമാണ്. ഈ കുട്ടിയെ ഇത്തരത്തിൽ പ്രണയം നടിച്ച് പ്രലോഭിപ്പിച്ച് ഇയാൾ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഇതിൽ പരാതിയിൽ പറയുന്നത്. പോലീസ് 10 ദിവസം നീണ്ടുനിന്ന പോലീസിന്റെ പരിശ്രമത്തിനൊടുവിലാണ് കർണാടകയിലെ വീരാജ്പേട്ടയിൽ നിന്നും ഇയാൾ പിടികൂടുന്നത്. അതായത് കർണാടക, തമിഴ്നാട് പല സ്ഥലങ്ങളിലും ഇതിനിടയിൽ ഇവർ കാറിലായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത്. ഈ കുട്ടിയെ കൊണ്ടുപോയിരുന്നു. എന്തായാലും ഈ കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്തു. കുട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു മൊഴി ഇതിൽ താൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നാണ്. 19 വയസ്സ് പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ ചികിത്സയുടെ പേരിൽ സ്വർണം ഉൾപ്പെടെ തട്ടിയതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതിൽ ഇത്തരത്തിൽ ആരെങ്കിലും പരാതിയുമായി രംഗത്ത് വരുന്നുണ്ടോ എന്ന ഒരു സാഹചര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇയാൾക്ക് ഭാര്യയും അതുപോലെ തന്നെ കുട്ടികളും ഉള്ള ഒരാളാണ്. കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആണ് ഇയാളുടെ വീടും. ഇയാളുടെ കുടുംബം ഏതായാലും പരാതി നൽകിയിരുന്നു. ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞ അതേ ദിവസം 22-ാം തീയതി തന്നെ ഇയാളെ കാണാനില്ല എന്ന് പരാതി നൽകിയിരുന്നു. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ മാതാവും പരാതി നൽകിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നിരന്തരം ഇവരെ പിന്തുടർന്ന് ആണ് അവസാനം വീരാജ്പേട്ടയിലെ ഒരു പെട്രോൾ പമ്പിന് സമീപം ഈ കാർ കണ്ടെത്തുന്നതും അവിടെ നിന്നും ഇവരെ കണ്ടെത്തുന്നത്. പിന്നീട് ഇന്നലെ രാത്രിയോട് കൂടിയാണ് പോലീസ് സംഘം ഈ യുവതിയെയും യുവാവിനെയും ഇത്തരത്തിൽ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയാളെ കുറിച്ച് പോലീസ് കൂടുതൽ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ മന്ത്രവാദത്തിന്റെ പേരിൽ, അതായത് അസുഖം
മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇയാൾ ഈ മന്ത്രവാദത്തിനുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും ഈ കുട്ടിയെ, അതായത് കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. അങ്ങനെ വൈകിട്ടാണ് ഇവർ ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിൽ ഈ മാതാവ് പരാതി നൽകുന്നത്. അതായത് 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്തുന്നതും ഇതിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ഏതായാലും 2 സംഭവങ്ങളും വളരെ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ അത് വലിയ വാർത്ത. തീർച്ചയായും അത് തന്നെയാണ് ബൈജു സൂചിപ്പിക്കുന്ന പോലെ വളരെ ഞെട്ടിപ്പിക്കുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് ബസ് ഡ്രൈവറും 2 ദുർമന്ത്രവാദിയും പിടിയിലാകുന്നു. 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസ്. ഇത് 19 വയസ്സുകാരിയാണ്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഇയാൾക്കൊപ്പം ഇറങ്ങിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആ കേസിനെ അല്പം കൂടെ ഒരു അത്ര ചെറുതായി കാണാൻ കഴിയില്ല. കാരണം അവിടെ കൃത്യമായ ഉദ്ദേശത്തോടെ അത് ഇയാൾ എന്ത് മന്ത്രവാദമാണ്, തട്ടിപ്പുകാരനാണോ എന്നറിയണം. ഇങ്ങനെ മറ്റു വീടുകളിലും മന്ത്രവാദത്തിൻ്റെ പേരിൽ വീടുകളിൽ ചെന്ന് അവിടുത്തെ പെൺകുട്ടികളെ വശീകരിച്ച് ഇതുപോലെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഈ പെൺകുട്ടിയും ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ ബൈജു? ടോമെ, തീർച്ചയായും അല്പസമയം മുമ്പാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പെൺകുട്ടി എത്തിച്ചിട്ടുള്ളത്. വൈദ്യപരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടിയുടെ. അതിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രീതിയിൽ ഈ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയാണോ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ ഇയാളുടെ കൂടെ പോയതെന്ന് പറയിച്ചത്, അത്തരം കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ വൈദ്യപരിശോധന റിപ്പോർട്ട് കൂടി വരാനുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ടത്, ഇയാൾ വിവാഹിതനാണ്. ഇയാളുടെ ഭാര്യ ഉൾപ്പെടെ സഹോദരൻ ഉൾപ്പെടെയാണ് വിദ്യാനഗർ പോലീസിൽ ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകുന്നത്. മാത്രമല്ല പല ആളുകളിൽ നിന്നും ഈ അസുഖം ഭേദമാക്കാം എന്ന് പറഞ്ഞ് മന്ത്രവാദം, ഇത്തരം സംഭവങ്ങൾ നിരന്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് കെണിയിലകപ്പെടുന്നു. പല പെൺകുട്ടികൾക്കും അതിദാരുണമായി കൊല ചെയ്യപ്പെടേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നു. ഇത് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇത്തരം കെണിയിൽ ഈ പെൺകുട്ടികൾ ചെന്ന് വീഴുന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കോളേജിൽ പോയ ഒരു പെൺകുട്ടിയാണ്, തിരിച്ചു വരാത്ത ഒരു സാഹചര്യം. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ദിവസങ്ങളോളം കാത്തിരുന്ന ഏറ്റവും ഒടുവിൽ കർണാടകയിൽ നിന്നും ഇയാൾക്കൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്ന സാഹചര്യമാണ്. അതോടൊപ്പം ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ സൂചിപ്പിച്ചത് 17 വയസ്സ്, അതായത് +2 പഠിക്കുന്ന സമയത്ത് ഈ ബസ് ഡ്രൈവർ ഈ കുട്ടിയെ ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ച് ലോഡ്ജിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നു. പിന്നീട് ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞിരിക്കുന്നു ആ കുട്ടിക്ക്. അതായത് ഒരു 6 മാസം മുൻപാണ് ഈ 17 വയസ്സ് എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം ഇപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു. ആ സമയത്ത് അന്ന് കൊണ്ടുപോയപ്പോൾ ഒരുപാട് നഗ്ന ദൃശ്യങ്ങൾ ഈ കുട്ടിയുടെ ഇയാൾ പകർത്തിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ആ നഗ്ന ദൃശ്യങ്ങളൊക്കെ കാട്ടി ഈ കുട്ടിയെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തി വീണ്ടും നിരന്തരം ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് ഈ കേസിൽ പറഞ്ഞത്. ഇത്തരത്തിൽ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ കെണിയിലാക്കുന്ന സംഭവങ്ങൾ അത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന, ഒരു പരിധിവരെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ ജാഗ്രതാ കുറവിൽ ഉണ്ടാകുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. അത് പോലീസ് ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം ഏതോ ഒരാൾ ഇത്തരത്തിൽ ഒരു പരിചയമില്ലാത്ത ആളെ വീട്ടിൽ കയറ്റി, അതും അസുഖമൊക്കെ രോഗം മാറ്റാമെന്നൊക്കെ പറയുമ്പോൾ അതിന് മന്ത്രവാദത്തിലൊക്കെ തുനിയുന്ന രക്ഷിതാക്കൾ തങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾ ഉണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചൂഷണത്തിന് ഇരയാവാനുള്ള സാധ്യതയുണ്ടെന്ന് പോലും മുൻകൂട്ടി കാണാത്ത രീതിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതാണ് വലിയ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ചെല്ലാം. ഏതായാലും ഓസ്തൂർക്ക് പോലീസ് ഈ ആദ്യം പറഞ്ഞ കേസിൽ ഈ മന്ത്രവാദിയെ സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. കാരണം നിരവധി ആളുകളിൽ നിന്നും ഇത്തരം സ്വർണം ഉൾപ്പെടെ തട്ടിയെടുത്തിട്ടുണ്ട് ആണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മാത്രമല്ല ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് 10 പവനോളം സ്വർണവും കയ്യിൽ കരുതിയിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്വർണം എന്ത് ചെയ്തു? ഒരുപക്ഷെ ഈ സ്വർണമൊക്കെ വിൽപ്പന നടത്തിയായിരിക്കും ഇങ്ങനെ കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഊട്ടിയിൽ ഉൾപ്പെടെ ഇവർ ഈ കാറുമായി എത്തിയെന്നാണ് പറയുന്നത്. ഏതായാലും കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഇയാളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ ഒരു വിവാഹിതനാണ്, നേരത്തെ തന്നെ സൂചിപ്പിച്ചു. 19 വയസ്സായ പെൺകുട്ടിയാണ്. 41 വയസ്സുകാരനായ ഈ സിദ്ധൻ, ഈ മന്ത്രവാദി എന്ന് പറയുന്ന ഒക്കെ ആള് ഇയാൾ ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഇരിക്കുന്നത്. ഏതായാലും പോലീസ് വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു കേസാണ്. എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്ന വലിയ ആശങ്കയുണ്ടായിരുന്നു. പോലീസ് നിരന്തരം ഇവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ കൊല ചെയ്യുന്നതൊക്കെ സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഹോസ്തൂർ പോലീസ് വീരാജ്പേട്ടയിൽ നിന്നാണ് പെട്രോൾ പമ്പിന് സമീപം ഈ കാർ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇരിക്കുന്നത് കണ്ട് അതിനുശേഷം പോലീസ് ഈ സംഘം അവിടെ എത്തിയതിനു ശേഷം ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഹോസ്തൂർ പോലീസ് സ്റ്റേഷനിൽ ഇവരെ എത്തിച്ചത്. അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ മൊഴിയെടുത്തു. ഏതായാലും പ്രാഥമികമായി ചെറിയൊരു സംശയം കൂടി. കാരണം ഈ
കാസർഗോഡ് ഈ സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ മന്ത്രവാദികൾ, കാരണം ഈ ആളുകളുടെ മനുഷ്യരുടെ ഈ അന്ധവിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ഈ രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന, നമുക്കറിയാം ദുർമന്ത്രവാദിനി ജിന്നുമയെക്കുറിച്ച് കേട്ടാണ്, ഒരാളുടെ ജീവനാണ് കവർന്നത്. ഇത്തരം ഈ രീതിയിൽ ഈ വിശ്വാസത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ മറവിൽ, മന്ത്രവാദത്തിൻ്റെ മറവിൽ ആളുകളെ സമീപിക്കുന്നു, അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് കൊലപാതകവും പീഡനവും തട്ടിപ്പും ഒക്കെ നടത്തുന്ന സംഭവങ്ങൾ, ഇതിനെതിരെ കൃത്യമായൊരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ ആവശ്യമല്ലേ ബൈജു? തീർച്ചയായും ടോമേ, ജിന്നുമ്മയുടെ വാർത്ത നമ്മൾ ദിവസങ്ങളോളം റിപ്പോർട്ട് ചെയ്തതാണ്. ആ കേസിൽ അതിന്റെ നാൾ വഴികൾ നോക്കിയാൽ ഒരുപാട് ആളുകളാണ് ഈ ജിന്നുമ്മയുടെ തട്ടിപ്പിനിരയായത്. അതായത് പണം ഇരട്ടിപ്പിക്കാം, സ്വർണം ഇരട്ടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ദുർമന്ത്രവാദത്തിന്റെയും ഇതിന്റെയൊക്കെ പേരിൽ വലിയ തോതിൽ ചൂഷണം നടത്തിയ ഏറ്റവും ഒടുവിൽ 500 പവൻ സ്വർണമാണ് ഈ ഗഫൂർ ഹാജി എന്ന് പറയുന്ന പൂച്ചക്കാടുള്ള പ്രവാസി വ്യവസായിയിൽ നിന്നും തട്ടിയെടുത്തത്. പിന്നീട് അയാൾ തട്ടിപ്പ് മനസ്സിലായപ്പോൾ അയാളെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അത് ഇത്തരം കേസുകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, പെൺകുട്ടികൾക്ക് നേരെ നിരന്തരം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്തു. ഒപ്പം നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇത്തരം കേസ് റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായ ഇത്തരത്തിൽ കേസുകൾ വരുന്നു. മാത്രമല്ല, കൗൺസിലിങ്ങിന് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിനിരയായ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് എത്തിച്ചപ്പോൾ അവിടെയുള്ള ഡോക്ടർ തന്നെ ലൈംഗിക പീഡനത്തിനിരയാക്കുന്ന സംഭവം വരെ ഉണ്ടാകുന്നു. അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പുതിയ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത്. തീർച്ചയായും ഓരോ സ്കൂളുകളിലും കൗൺസിലിംഗ്, അത് ഓരോ സ്കൂളുകളും കേന്ദ്രീകരിച്ച് വേണം. അതല്ലാതെ ഏതെങ്കിലും കുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം, അത് തന്നെ ബൈജു സൂചിപ്പിച്ചതുപോലെ സ്കൂളുകളിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം വേണം. മാതാപിതാക്കൾ കൃത്യമായും കുട്ടികളെ നിരീക്ഷിക്കണം. ഇവരെ പല രീതി മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവാണ് നമ്മുടെ മക്കൾ ഈ രീതിയിൽ പ്രണയച്ചതിക്കും ലൈംഗിക ചൂഷണത്തിനൊക്കെ ഇരകളാകാൻ പലപ്പോഴും കാരണമാകും.